നമ്മുടെ പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡ് ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇ.ഡി. ഒരു പത്രക്കുറിപ്പ് ഇറക്കിയായിരുന്നു. രാവിലെ ഇറക്കിയിരുന്നു. അപ്പം കാരണം ഇതിനകത്ത് കേസാണ്, പ്രതികളാണ് ഇവർ രണ്ടുപേരും. ഇവരെ ചോദ്യം ചെയ്ത് ക്രമക്കേട് നടത്തി എന്നുള്ളതിൻ്റെ വ്യക്തമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളിത് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ വീണ വിജയൻ തൈക്കണ്ടി ആണ് പ്രതി. ഈ തൈക്കണ്ടി വീണയുടെ കമ്പനി ആദ്യം പ്രവർത്തിച്ചിരുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സിലാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ CPI നേതാക്കളുടെ ആരുടെയും മക്കളുടെ സ്ഥാപനങ്ങൾ KK സെന്റർ അഡ്രസ്സിലല്ല. AKG സെന്ററിൽ ഇവർക്കുള്ള ഫ്ലാറ്റിന്റെ അഡ്രസ്സിലാണ് ഈ കമ്പനി. ഈ തട്ടിക്കൂട്ട് കമ്പനിയാണ്. കമ്പനി കടലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ AKG സെന്റർ എന്ന് പറയുന്നത് ഇവരുടെ ആസ്ഥാന മന്ദിരമാണ്. പരമ പവിത്രമായ ഒരു മന്ദിരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അങ്ങനെ ആ AKG സെന്റർ കൂടി ഈ കമ്പനി പ്രതിയാകുന്നതോടെ AKG സെന്ററിലെ ആ അഡ്രസ്സും കൂടി ഇതിനകത്ത് ഉള്ളിൽ വരികയാണ്. AKG സെന്ററിന്റെ ഭൂമി എന്ന് പറയുന്നതിന് വിവാദ വിഷയമാണ്. അവർക്ക് ഭൂമി കൊടുത്തത് പഠന ഗവേഷണ കേന്ദ്രത്തിനായിരുന്നു. അതുവരെ പാർട്ടി ഓഫീസാക്കി. കൂടാതെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സ്ഥലം അവർ കൈയടക്കിയിട്ടുണ്ട്. അത് പലതവണ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭൂമി അളക്കണമെന്നുള്ള കാര്യം. കാരണം യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് എപ്പോഴും LDF സിൻഡിക്കേറ്റ് ആയതുകൊണ്ടും കോൺഗ്രസ്സുകാർക്ക് ഇരുന്ന് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഇത്രയും നാളിത് പിടിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സർവകലാശാലയുടെ വക ഒരുപാട് ഭൂമി ഇപ്പോഴും AKG സെന്ററിൻ്റെ കയ്യിലുണ്ട്, ആ CPIൻ്റെ കയ്യിലുണ്ട്. അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അഡ്രസ് കൊടുത്തിൽ വലിയ കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. നമുക്കിവിടെ എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ ഈ പിണറായിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് വീണയാണ്. വീണയും വീണയുടെ കമ്പനിയായിട്ടുള്ള ലോജിക്കുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ AKG സെന്ററിനെ കൂടെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് താരതമ്യം ചെയ്യാൻ പോകുന്നത് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ അവസ്ഥയാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി 2020 കാലഘട്ടത്തിൽ ബാംഗ്ലൂരുവിൽ ഒരു ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലാണ്. 1 വർഷം ആ ചെറുപ്പക്കാരൻ യാതൊരു ജാമ്യമൊന്നും കിട്ടാതെ അകത്ത് കിടക്കുകയാണ്. ഈ 1 വർഷം മതിയായിരുന്നു പിണറായി വിജയൻ ഇവിടെ ചില ഓപ്പറേഷൻസ് നടത്തി. കാരണം കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒരേ തരത്തിലുള്ള അസുഖങ്ങളാണ് ബാധിച്ചിരുന്നത്. കോടിയേരിയുടെ സ്ഥിതി ഒരല്പം കൂടെ ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ടോക്ക് ഉണ്ടായത്, ഇത്തവണ ഇലക്ഷൻ നയിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കയറും, ഇദ്ദേഹത്തിനെതിരെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോഴാണ് ബിനീഷ് കോടിയേരി ഈ കേസിലാകപ്പെടുന്നത്. കൃത്യമായിട്ട് പിണറായി സംഘങ്ങളും ഇത് മുതലാക്കിയിരിക്കണം. അപ്പം ആ സമയം നോക്കി അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ബിനീഷ് കോടിയേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതിനൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനോട് സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടു. 1 കൊല്ലത്തോളം ഈ മകൻ ജയിലിൽ കിടന്നു. അതിൻ്റെ മനോവേദന കാരണം വിഷമിച്ച് ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം, ഈ അത്യാവശ്യം നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹം മരിക്കും. അതിനിടയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ള ആ ഒരു എതിരാളി ഇല്ലാതെ വരുന്ന പിണറായി വിജയൻ മുടിചൂടാമന്നനായി വീണ്ടും അധികാരത്തിലേർക്കുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ കൊള്ളസങ്കേതം വിപുലീകരിക്കുന്നു, കൊള്ളപ്രവർത്തികൾ തുടരുന്നു. ബിനീഷ് കോടിയേരി ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ടതിനാൽ അയാളുടെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോഴും, അയാളുടെ വീട്ടിൽ നടത്താവുന്ന റെയ്ഡെല്ലാം നടന്നു, ED റെയ്ഡ് നടന്നപ്പോഴും എല്ലാം അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചു. പിണറായി പറഞ്ഞത് നിയമപരമായിട്ടുള്ള കാര്യമാണ്, കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ ആൾ, നടക്കട്ടെ, നിയമപരമായി നടക്കട്ടെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ ഇത് സ്വീകരിക്കുന്നു, ആ നിലപാട് സ്വീകരിക്കുന്നു. അത്രയും ഓക്കെ. അന്ന് പാർട്ടി ഒരു പിന്തുണയും കൊടുത്തില്ല. കാരണം ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ഇതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യം ഇല്ല. ആ അധ്യായം അവിടെ അടങ്ങും. ഇപ്പോൾ വീണ തൈക്കണ്ടി, പിണറായി വിജയൻ്റെ മകൾ, EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയയാകുന്നു. വീട്ടിൽ റെയ്ഡ് നടക്കും. പക്ഷേ ഇവിടെ പാർട്ടി ഇടപെടുന്നു, എല്ലാ അണികളെയും വിളിച്ചു കൂട്ടുന്നു. അതെ, എന്താണ് സംഭവം? 1,72,00,000 രൂപ കൈക്കൂലി വാങ്ങി, മാസപ്പടി വാങ്ങി. ഈ മാസപ്പടി വാങ്ങിയത് കേന്ദ്ര ഏജൻസികൾ പിടിക്കുന്നു. അതിനെക്കുറിച്ചുള്ള തുടരന്വേഷണമാണ്.
രണ്ടുപേരുടെയും കുറ്റകൃത്യം ഏതാണ്ട് സമാനമാണ്. ആണ്. ഒരാൾ കഞ്ചാവ് കച്ചവടമായിരുന്നു എങ്കിൽ മറ്റേയാൾ സാമ്പത്തിക ക്രമക്കേട് പക്ഷേ നടത്തി. അതിനകത്ത് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്, ബിനീഷ് കോടിയേരി 1 വർഷത്തിന് ശേഷം നിരുപാധികം കോടതി വെറുതെ വിട്ടു. അതായത് തെളിവില്ലായിരുന്നു. തെളിവില്ലാതെ ഈ 1 കൊല്ലം അയാളെ അവിടെ ജയിലിൽ അടച്ചത് അന്നത്തെ BJP സർക്കാരാണ്. അല്ല, വീണ തെക്കണ്ടിക്ക് വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമല്ലോ, കോടതി വരുമല്ലോ. അതെ, ബിനീഷ് കോടിയേരിക്ക് സംഭവിച്ചതുപോലെ കോടതിക്ക് മുന്നിൽ വരിക, അവർ തന്റെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസ്ഥ കോടതിയിലുണ്ട്. അതാണ് അന്ന് ബിനീഷ് കോടിയേരിക്ക് കിട്ടാത്ത നീതി ഇന്ന് എങ്ങനെ വീണ തൈക്കണ്ടിക്ക് കിട്ടുന്നു? അതാണ് നമ്മുടെ ചോദ്യം. സർവപ്രതാപിയല്ലേ പിണറായി അല്ലേ? പിണറായി വിജയന്റെ മകളാണ്. പിണറായിക്ക് പുത്രവാത്സല്യം അധികരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ അയാൾ ഉടൻ അവരെ അങ്ങനെ ചെയ്യുന്നവനെ ഇല്ലായ്മ ചെയ്തു. അവരെ മക്കളെ തൊടാൻ അയാൾ അനുവദിക്കില്ല. എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ തൊടാൻ. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും പണ്ട് മക്കളെ നേരെ നോക്കാത്തവരായിരുന്നു എന്നുള്ള പരാതി ഉള്ളതുകൊണ്ടായിരിക്കും. എന്നാൽ ഈ എക്സാലോജിക് വിവാദം ഉയരുന്ന കാലം തൊട്ട് ഈ വേർകൃത്യം, ഈ വിവേചനം കൃത്യമായി ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും പാർട്ടിയിൽ ചിലരും ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെ ഈ പ്രിവിലേജ് ബിനീഷ് കോടിയേരിക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് വീണ തൈക്കൊണ്ട്? ബിനീഷ് കോടിയേരി പാർട്ടി അംഗമായിരുന്നു. വീണ തെക്കൻ്റെ പാർട്ടി അംഗമല്ല, മോനും മോളും പാർട്ടി അംഗമല്ല എന്നുള്ള ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്. ഈ നേതാക്കന്മാരും തന്നെ ഇവരെ മക്കളെ പാർട്ടിയിൽ ചേർത്തിട്ട് അതെ, അവരെല്ലാവരും സ്വന്തമായിട്ട് ബിസിനസ് നടത്തി അല്ലെങ്കിൽ വലിയ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സ്വകാര്യം ജീവിക്കുകയാണ്. പാവപ്പെട്ട ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകന്മാരെ അവരെ മക്കളെയൊക്കെയാണ് ഈ തല്ലുകൊള്ളാനും ഈ കയ്യിൽ നെല്ലുപിടിക്കാനൊക്കെ പറഞ്ഞയക്കാറുള്ളത്. അതെ. അപ്പോൾ നമുക്ക് വേറൊരു കഥയിലേക്കുള്ള വരാം. ആലപ്പുഴ ടൗണിലെ ഒരു CPM ഏരിയ കമ്മിറ്റി അംഗം ലഹരി കടത്തിയ ലോറി അയാളുടേതാണ്. അയാളെ കരുനാഗപ്പള്ളിയിൽ വെച്ച് അയാളുടെ ലോറി പിടികൂടി. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ ആദ്യം പിടിച്ചു നിർത്താൻ കഴിവതും സജീച്ചെറിയാൻ ശ്രമിച്ചു. വ്യാജരേഖകളൊക്കെ ഒരുപാട് സൃഷ്ടിച്ചു. അതിനൊക്കെ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അയാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു. പക്ഷേ അയാളെ പാർട്ടി തിരിച്ചെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് മറ്റൊരു പ്രിവിലേജ്. അത് ആരുടെ പ്രിവിലേജ്? അത് ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് എന്തോ. അതെ, ലഹരി കച്ചവടത്തിന് ഒത്താശ ചെയ്ത ആളെ തിരിച്ചെടുക്കുന്ന പ്രിവിലേജ് ഉണ്ടായത് അവിടെ. അപ്പോൾ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചതായിരുന്നു ആ കഞ്ചാവ് കച്ചവട കേസ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാം അതാണല്ലോ, ഓരോ നീതിയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ നീതിയാണ്. എന്നിട്ട് ഇപ്പോൾ വീണ വിജയന് വേണ്ടി മരിക്കാൻ തയ്യാറായി സഖാക്കന്മാർ തെരുവിലിറങ്ങി നിൽക്കുക. എറിയട, അടിക്കട, കുത്തട എന്ന് പറഞ്ഞു. ഒരു സാമാന്യ ബോധം എന്നൊന്ന് നിങ്ങൾക്കില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. അത് ഈ പാർട്ടിയിലെ അണികൾ അടിമകളാണ്. അടിമകളെ വിളിച്ചാലേ വരുള്ളൂ, അല്ലാത്ത വേറെയുള്ള വരില്ലല്ലോ. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ പാർട്ടി തീർന്നു. അവർ ഈ പാർട്ടി മുഴുവൻ ഇപ്പം പ്രതികരിക്കുന്നത് ഈ പിണറായി വിജയന് വേണ്ടി. ഈ പിണറായി വിജയനെ സ്തുതി പാടാൻ വേണ്ടി മാത്രമാണ് ഈ പാർട്ടി ഇപ്പം നിലനിൽക്കുന്നത്. പിണറായി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പേര് മാറ്റുണ്ട്. അതെ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്? ഇവിടെ ചോദ്യങ്ങൾ ഉയരണം. പാർട്ടിക്കാർക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ആരാണ് പ്രതിപക്ഷ നേതാവാക്കിയെന്ന് ആളെ കിട്ടാത്തതുകൊണ്ടാണ് അയാളെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയത്. MLA സ്ഥാനം വരെ രാജിക്കണമെന്ന് ആവശ്യപ്പെട്ട ചില കമ്മിറ്റികളുണ്ട്. അതാണ് ആ സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി അംഗങ്ങൾ ചോദിക്കണം, ഞങ്ങൾ വീണ തൈക്കണ്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങില്ല, പിണറായി വിജയന് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങില്ല. പിണറായി വിജയൻ തെറ്റ് ചെയ്യപ്പെട്ടവനാണെങ്കിൽ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടെന്ന് പിണറായി വിജയൻ തന്നെയാണ് പറയുന്നത്. പിണറായി വിജയൻ തന്നെ അത് നേരിടണം. അത് നമ്മുടെ നാട്ടിൽ ഈ തത്വം പറയുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിൽ അത് ചെയ്യാറില്ല. അല്ല, നാട്ടുകാർക്ക് അത് ബാധകമാണ്, സ്വന്തമായിട്ട് അവർ ചെയ്യാറില്ല. മദ്യവിരുദ്ധ പ്രശ്നം നടത്തുന്ന കള്ളുപിടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ഇവരൊക്കെ പറയും മടിയിൽ കനമുള്ളവരായിരുന്നു, എൻ്റെ മടി അപ്പോൾ പിന്നെ അയ്യോ എൻ്റെ മടി കനം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത്. സത്യമാണത്. ഈ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് അനുഭവിച്ചതല്ല, അയാൾ അനുഭവിച്ചു, അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അതെ. പിണറായി വിജയൻ ചെയ്തത് മകന് വേണ്ടി വല്ല മകൾക്ക് വേണ്ടി പിണറായി വിജയൻ്റെ മകൾ ചെയ്തെങ്കിൽ അതിന് ഉത്തരവാദി പണ്ട് വാത്മീകിയെക്കുറിച്ചുള്ള കഥ കേട്ടിട്ടില്ലേ? കാട്ടാളനായിരുന്ന എന്താ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോലോ, രത്നാകരൻ കാട്ടിലൂടെ പോകുന്നവരെല്ലാം കൊള്ളയടിച്ച് ഭാര്യയും മക്കളും തീറ്റിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി രത്നാകരനോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ പാപമെല്ലാം നിന്റെ ഭാര്യയും മക്കളും കൂടെ കേൾക്കുമോ എന്ന് അവിടെ ചെന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ച ഭാര്യ മക്കൾ, ഞങ്ങളങ്ങനെ കേൾക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതിന്റെ നിങ്ങൾ സ്വയം അനുഭവിക്കും. അപ്പോൾ പിണറായി വിജയന്റെ മകൾ ചെയ്തെങ്കിൽ പിണറായി വിജയന്റെ മകൾ അനുഭവിക്കണം. ഇനി അത്യാവശ്യം താല്പര്യമുണ്ടെങ്കിൽ പിണറായി വിജയനും അനുഭവിക്കണം. അതിന് ഈ നാട്ടിലിറങ്ങി അരാജകത്വം സൃഷ്ടിച്ച് ഈ കേന്ദ്രസേനയെ ആക്രമിച്ച് എന്താണ് ഇത്? ഏത് രാജ്യമാണിത്? ഒരാൾക്കൊരു അന്വേഷണം നടത്താൻ പറ്റില്ലേ? ഒരു സംശയം തോന്നുന്ന ഒരാളെ കസ്റ്റഡി എടുക്കാൻ പറ്റില്ലേ? ഇത് ഏത് രാജ്യമാണ്? എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ ഒരു പക്ഷേ
വലിയ കലാപം ഉണ്ടാക്കി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കേണ്ടത്. അതെ, പ്രകോപിതരായ അങ്ങോട്ട് ആക്രമിച്ചാൽ അല്ല, ചേർപ്പായിരിക്കും ഇവരെ ആദ്യം ഈ കഴിഞ്ഞ ദിവസം നടന്നത് പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. ആണല്ലോ. അതായത് ഈ SFIയുടെ അടി മുഴുവൻ നടക്കും. SFIക്കാർ കൈയടിച്ചൊടിച്ചത് മൊത്തം കൈയടിച്ചതെല്ലാം പിണറായി വിജയന് വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. കാരണം പിണറായി വിജയന്റെ ഇലക്ഷൻ തോൽവിയെക്കുറിച്ച് ചർച്ച വരുന്നത് മാധ്യമങ്ങളിൽ നിറയാതിരിക്കാനും ഈ പുതിയ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടി ഇവർ കാട്ടിക്കൂട്ടി അത് തിരിച്ചടിച്ചു. ഇവരെ ഈ അവിടുത്തെ ക്യാപ്സുൾ ഇറക്കണ ചേട്ടന്മാരെ ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് പിന്നിലോട്ടാണ് ചിന്തിക്കുന്നത്. അതെ. അവർക്ക് ഇന്നത്തെ കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. ഉള്ള കിണർകോലിന് അവർ ചവിട്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞെന്ന് തോന്നുന്നു. കിണർകോലും ഇപ്പം എന്തായാലും തൻ്റെ ഉപദേശം വേണ്ട, ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞാണ് മിക്കവാറും എന്തായാലും ശരി, ഈ പറയുന്ന പിണറായി വിജയന് വേണ്ടി അയാളും അയാളുടെ മകളും ചേർന്ന് നടത്തിയ അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി പാർട്ടി സഖാക്കൾ തല്ലുകൊള്ളാനും വെടിയേറ്റ് മരിക്കാനും വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങുക. കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ ഓർക്കുക, ജീവിച്ചിരുന്ന പിന്നീട് മരിച്ച പുഷ്പനെ ഓർക്കുക. അവർ സ്വാശ്രയ നയത്തിനെതിരെയാണ് സമരം ചെയ്ത UDF സർക്കാരിൻ്റെ ഈ നേതാക്കന്മാരുടെ എല്ലാ മക്കളും പഠിച്ചത് സ്വാശ്രയ കോളേജിൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർക്കുക. വെറുതെ രക്തസാക്ഷികളുടെ ഫോട്ടോ വെച്ച് പാർട്ടി ഓഫീസിൽ ചെവിൽ തൂക്കേണ്ട. അല്ല, നിങ്ങൾ തട്ടിപ്പോയ നിങ്ങളുടെ വരിമാർ ബക്കറ്റ് ഊരി നടത്തി മരിച്ചു പോയാണെങ്കിൽ ബക്കറ്റ് ഊരി നടത്തിയിട്ട് 1 കോടി പിരിച്ചിട്ട് 10 ലക്ഷം വീട്ടിൽ നമുക്കറിയാം. ആ അഭിമന്യു എന്ന് പറഞ്ഞ പയ്യൻ വർഗീയതയ്ക്കെതിരെ പോരാടിയാണ്. ഇവർ വർഗീയത തുലയട്ടെ ഭിത്തിക്ക് എഴുതി വെക്കുക അല്ലാതെ ആ പേരിൽ പിരിച്ച പൈസ മുഴുവൻ ഇവന്മാർ പൊട്ടടിച്ചു. ഒരു ചെറിയ വീടും വെച്ചു കൊടുത്ത് അവരെ പറ്റി. പയ്യന്നൂരില് കുഞ്ഞുകൃഷ്ണൻ ആവശ്യപ്പെട്ടതാണ് രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വരുന്നവരാണ്. അതുപോലെ നമ്മുടെ പത്തനംതിട്ട പെരിങ്ങരയിൽ സന്ദീപ് ഉണ്ടായിരുന്നു. സന്ദീപിന്റെ രക്തസാക്ഷി ഫണ്ട് എത്ര രൂപ അവരുടെ വീട്ടുകാർക്ക് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി മൊത്തം അപ്പോൾ അതുകൊണ്ട് വല്ലവനും കൈയിട്ട് വരാനുള്ള അവസരം, നിങ്ങളെ പേരും പറഞ്ഞു, നിങ്ങളുടെ രക്തസാക്ഷിത്തിൻ്റെ പേരിൽ വല്ലവരും കൈയിട്ട് വരാനുള്ള അവസരം ഉണ്ടായി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പാർട്ടി അണികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.